IND തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് കുറ്റ്യാടി കടന്തറപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കിട്ടി. കണ്ടെത്തിയത് കോതോട് സ്വദേശി രജീഷിന്റെ മൃതദേഹം. മറ്റുള്ള 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. 3 പേരെ രക്ഷപ്പെടുത്തി. ശക്തമായ ഒഴുക്ക് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നു. കുവൈത്തിൽ ഗാർഹിക ജോലിക്കാരുടെ എണ്ണത്തിൽ വർധനയുണ്ടായതായി സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട്. പുതിയ കണക്കനുസരിച്ച് ഗാർഹിക മേഖലയിൽ ജോലി ചെയ്യുന്നത് 6.5 ലക്ഷത്തിലേറെ തൊഴിലാളികൾ. ഇന്ത്യ, ശ്രീലങ്ക, എത്യോപ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വീട്ടുജോലിക്കാരുടെ എണ്ണത്തിൽ കുറവ്. സൗമ്യ വധക്കേസിൽ ഈ ആഴ്ച തന്നെ പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന മന്ത്രി AK ബാലൻ. പ്രോസിക്യൂഷന് വേണ്ടി അറ്റോർണി ജനറൽ ഹാജരാകും. ഫോറൻസിക് സർജൻ AK ഉന്മേഷിനെതിരായ അന്വേഷണം ഉടൻ പൂർത്തീകരിക്കാൻ ഉത്തരവ്. ജിഷയെ കൊലപ്പെടുത്തിയത് അനാർ എന്ന അമീറിന്റെ സഹോദരൻ ബദറുൽ ഇസ്ലാം. അനാറിന്റെ ചിത്രം പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും സഹോദരൻ. കോഴിക്കോട് കുറ്റ്യാടി കടന്തറപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. മറ്റുള്ള 5 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. മരുതോംകര, കോതോട് സ്വദേശികളാണ് കാണാതായത്. 3 പേർ നീന്തി രക്ഷപ്പെട്ടു. വിവരങ്ങളുമായി MK ഷുക്കൂർ ചേരുന്നു. ഷുക്കൂർ, രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? പൂഴിത്തോട് വനമേഖലയിൽ ഇന്നുണ്ടായ വലിയ മലവെള്ളപ്പാച്ചിലിൽ ഉണ്ടായൊരു അപകടത്തിലാണ് 6 പേർ ഒഴുകിൽപ്പെട്ടത്. അവരെ കണ്ടെത്താനായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അതിൽ ഒരാളുടെ മൃതദേഹം ഇപ്പോൾ ലഭിച്ചു എന്നാണ് ഏറ്റവും പുതിയ വിവരം. കോതോട് സ്വദേശി രജീഷിന്റെ മൃതദേഹമാണ് ലഭിച്ചത്. മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ 3 മന്ത്രിമാർ, TP രാമകൃഷ്ണൻ, E ചന്ദ്രശേഖരൻ, അതുപോലെ തന്നെ AK ശശീന്ദ്രൻ, ഈ 3 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള പരിശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. കുറഞ്ഞത് ഒരു 8-9 സ്ഥലങ്ങളിലെങ്കിലും നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുന്നുണ്ട്. പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ ഘട്ടം ഘട്ടമായി ഓരോ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ബേപ്പൂരിൽ നിന്നും വല കൊണ്ടുവന്ന് താഴ്ഭാഗത്ത്, വെള്ളം ഒഴുകുന്ന ഭാഗത്ത് വല കെട്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒഴുകിപ്പോകുന്നത് തടയാനുള്ള ശ്രമങ്ങളും അവിടെ തുടരുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇരുട്ട് വലിയ തോതിൽ രാത്രിയായ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. അതേസമയം വെള്ളത്തിന്റെ ഒഴുക്ക് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും രക്ഷാപ്രവർത്തനം രാത്രി ആയതുകൊണ്ട് തന്നെ നേരത്തെ നടത്തിയതുപോലെ ഒരു ശ്രമം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും വെള്ളത്തിൽ ഇറങ്ങി ഇത് രക്ഷാപ്രവർത്തനം നടത്താനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. എന്തായാലും രാവിലെയോടുകൂടി മാത്രമേ പൂർണ്ണാർത്ഥത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയൂ. എങ്കിൽ പോലും അവസാന നിമിഷവും അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. എല്ലാ ഭാഗങ്ങളിലും, ഈ പുഴയുടെ, കടന്തറപ്പുഴയുടെ എല്ലാ ഭാഗങ്ങളിലും നാട്ടുകാർ അവരവർക്ക് കഴിയാവുന്ന തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ, അതായത് ഒരുപക്ഷെ പുഴയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചലനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പിൽ പിടിച്ച് അവർ തൂങ്ങി രക്ഷപ്പെടാനുള്ള സാധ്യത പോലും ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും, എല്ലാ മൂലയിലും അവർ തിരച്ചിലും അതുപോലെ തന്നെ അന്വേഷണവും തുടരുകയാണ്. ഷുക്കൂർ സൂചിപ്പിച്ചതുപോലെ ഇരുട്ടായിട്ടുണ്ട്, ഒപ്പം ഒഴുക്കും ശക്തമായിട്ടുണ്ട്. ഇത് രണ്ടും ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നത്? ഒപ്പം ഏതൊക്കെ പ്രദേശത്ത് എവിടെയൊക്കെയായിട്ടാണ് രക്ഷാപ്രവർത്തനം പ്രധാനമായും നടക്കുന്നത്? ഈ പശുക്കടവ് മേഖലയിലാണ്, ഈ പൂഴിത്തോട് ഈ മേഖലയിലാണ് ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത്. പൂഴിത്തോട് വൈദ്യുതി പദ്ധതിയുടെ തടയണയിൽ കുളിക്കാനിറങ്ങിയ യുവാക്കളാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. വലിയ ഒഴുക്കുണ്ടായതുകൊണ്ട് തന്നെ ഇവർ ഏത് ഭാഗത്തേക്ക് ഒഴുകിപ്പോയി എന്ന് സംബന്ധിച്ച ഒരു ധാരണയും നാട്ടുകാർക്കില്ല. കാരണം മണിക്കൂറുകളോളം ആ ഭാഗത്തേക്ക് അടുക്കാൻ കഴിയാത്തത്ര തോതിലുള്ള വെള്ളപ്പൊക്കമാണ് ആ ഭാഗങ്ങളിലെല്ലാം തന്നെ രൂപപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തണം എന്ന കാര്യത്തിൽ ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഏറെ സമയം ഇവർക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അതേസമയം തന്നെ ഏതെങ്കിലും ഭാഗത്ത് ഇവർ അടിയും എന്നൊരു പ്രതീക്ഷയിൽ അവർ കാത്തു നിൽക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനത്തിനായി ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും എല്ലാം എത്താൻ സ്വാഭാവികമായും സമയമെടുക്കും. ഇതൊരു മലയോര മേഖലയാണ്. വാഹന സൗകര്യത്തിന്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. എങ്കിൽ പോലും കോഴിക്കോട് നിന്നും ഉൾപ്പെടെ, വടകരയിൽ നിന്നുൾപ്പെടെ വലിയ തോതിൽ സന്നാഹങ്ങൾ എത്തിക്കാൻ ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ അടക്കമുള്ള ആളുകൾ വളരെ വേഗം തന്നെ എത്താനുള്ള ശ്രമങ്ങളെല്ലാം നടത്തി. എങ്കിൽ പോലും ഈ മേഖലയിൽ എത്തിപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ഈ ഇരുട്ടിൽ ചെയ്യുക എന്നുള്ളത് ഏറെ ശ്രമകരം തന്നെയാണ്. ഇപ്പോഴും അതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ബാക്കിയുള്ള 5 പേർക്ക് വേണ്ടി കൂടിയുള്ള തിരച്ചിൽ ഈ സമയത്തും തുടരുകയാണ്. ഷുക്കൂർ, കൃത്യമായി പറഞ്ഞാൽ എപ്പോഴാണ് അപകടമുണ്ടായത്? എങ്ങനെയാണ് അപകടമുണ്ടായത്? അപകടം സംഭവിക്കുമ്പോൾ ഇപ്പോൾ കാണാതായവർ ഉൾപ്പെടെയുള്ളവർ എവിടെയായിരുന്നു? ഇത്തരത്തിൽ എന്തെങ്കിലും
നമുക്ക് ആധികാരികമായി വിവരങ്ങൾ നൽകാൻ കഴിയുന്ന ആരെങ്കിലും, നാട്ടുകാരെങ്കിലും ഷുക്കൂറിനടുത്തുണ്ടോ? അവരുടെ പ്രതികരണം എന്തെങ്കിലും ഇപ്പോൾ ലഭ്യമാണോ? ഈ അപകടം നടക്കുമ്പോൾ അപകടം നടന്ന സ്ഥലം ഏറെക്കുറെ 1-1.5 കിലോമീറ്റർ അപ്പുറത്താണ്. അവിടേക്ക് ഒരുപക്ഷെ 2 കിലോമീറ്ററും അപ്പുറത്താണ്. അവിടേക്ക് എത്തിപ്പെടുക ഇപ്പോൾ സാധ്യമല്ല. ഒരുപക്ഷെ അല്പം മുമ്പ് ഞാൻ അവിടെ സന്ദർശിച്ചിരുന്നു. അതിനുശേഷമാണ് ഒരുപക്ഷെ തത്സമയം ഈ വിവരം നൽകാൻ നമ്മുടെ DSNG വാനിന് അടുത്തേക്ക് വന്നത്. അതിനൊരു പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിവരം അറിഞ്ഞ് വന്ന ആളുകളാണ് എനിക്ക് ചുറ്റുമുള്ളത്. ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള ഒരു സൗകര്യത്തിന്റെ പ്രശ്നമുണ്ട്. ഇപ്പോഴും ആളുകൾ പല ദിക്കുകളിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തിരച്ചിൽ തുടരുകയാണ്. ഷുക്കൂർ, TP രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പ്രദേശം സന്ദർശിച്ചിരുന്നു. എന്താണ് അവർ പറഞ്ഞത്? അപകടത്തിൽപ്പെട്ടവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ധനസഹായമോ അങ്ങനെ എന്തെങ്കിലും വാഗ്ദാനം ചെയ്താണ് അവർ മടങ്ങിയത്? അവർ ഇപ്പോഴും മടങ്ങിയിട്ടില്ല. ഈ ജലവൈദ്യുത പദ്ധതിയുടെ ഓഫീസിന് സമീപം മന്ത്രിമാരെല്ലാം തന്നെ ഇപ്പോഴുമുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് അവർ നേരിട്ട് നേതൃത്വം നൽകുകയാണ്. AK ശശീന്ദ്രനും TP രാമകൃഷ്ണനും E ചന്ദ്രശേഖരനും മറ്റ് ജില്ലയിലെ പ്രധാനപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഇവിടെയുണ്ട്. എന്തായാലും അവസാന ശ്രമവും നടത്തിയ ശേഷം മാത്രം പിന്മാറിയാൽ മതി. 100% കാര്യങ്ങൾ നല്ല നിലയിൽ പോകണം. അതിന് അവരുടെ സാന്നിധ്യം ഇവിടെ വേണം എന്നുള്ളൊരു നിലപാടിലാണ് 3 മന്ത്രിമാരും ഇപ്പോഴും ഉള്ളത്. അവർ ഈ രക്ഷാപ്രവർത്തനത്തിനൊപ്പം തന്നെ ഓരോ നിമിഷത്തിലും കാര്യങ്ങൾ മേൽനോട്ടം നടത്തുന്നുണ്ട്. ഉദ്യോഗസ്ഥർ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സൗകര്യങ്ങൾ രക്ഷാപ്രവർത്തനം നടത്താൻ കുറവുണ്ടെങ്കിൽ അത് എത്തിക്കാനുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പാണ് ബേപ്പൂരിൽ നിന്നും വല കൊണ്ടുവരാനുള്ള ഒരു ശ്രമം പുരോഗമിക്കുന്നത്. അത് മത്സ്യത്തൊഴിലാളികളുടെ കൂടി സഹകരണം അവർ തേടുന്നുണ്ട്. കാരണം വലിയ ഒഴുക്കുള്ള ഒരു പ്രദേശമായതിനാൽ നീന്തുക അല്ലെങ്കിൽ മുങ്ങിത്തപ്പുക എന്നത് വളരെ ശ്രമകരവും അതുപോലെ തന്നെ സാഹസികവുമാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ അല്പം കൂടി മികവുള്ളവരെ തന്നെ തേടുകയാണ്. അതുകൊണ്ട് തന്നെ ബേപ്പൂരിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ തുടരുകയാണ്. അവർ അല്പസമയത്തിനകം എത്തും എന്നാണ് അറിയുന്നത്. അതേസമയം തന്നെ ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും രക്ഷാപ്രവർത്തനവും സമാന്തരമായി തുടരുന്നു. ഷുക്കൂർ, 6 പേരെയാണ് കാണാതായത്. ഇപ്പോൾ അതിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് 5 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഈ 5 പേർ ആരൊക്കെയാണ്? ഇവരുടെ പേരും വിവരങ്ങളും എന്തൊക്കെയാണ്? അതൊന്ന് പറയൂ ഷുക്കൂർ. അഞ്ജന, ഈ കാണാതായ 5 പേരുടെ ഇവരെല്ലാം മരുതോങ്കര കോതോട് സ്വദേശികളാണ്. രജീഷ്, അശ്വന്ത്, അക്ഷയ് രാജ്, ഷൈൻ, വിപിൻ ദാസ്, വിഷ്ണു എന്നിവരെയാണ് കാണാതായത്. ഇതിൽ രജീഷിന്റെ മൃതദേഹമാണ് അല്പം മുമ്പ് ലഭിച്ചത്. ഈ മൃതദേഹം ഇപ്പോൾ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും അവസാനം നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ശരി. കോഴിക്കോട് കുറ്റ്യാടി കടന്തരപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. മറ്റുള്ള 5 പേർക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. സംഭവസ്ഥലത്തിനടുത്തുനിന്നും MK ഷുക്കൂർ, ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വാർത്തകളിലേക്ക്. സമയത്ത് ലഗേജ് ലഭിക്കാതിരുന്നതിനെ തുടർന്നുള്ള വിഷമതകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിന് ദുബായിൽ താമസിക്കുന്ന പ്രവാസി മലയാളിയുടെ പരാതി. ദുബായ് ഇസ്ലാമിക് ബാങ്കിൽ ഉദ്യോഗസ്ഥനായ അഡ്വക്കേറ്റ് മുഹമ്മദ് അസ്ലമാണ് 50,000 ദിർഹം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട ദുബായ് വിമാനത്താവളത്തിലെ എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജർക്ക് പരാതി നൽകിയിരിക്കുന്നത്. 10 ദിവസത്തിനകം നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും പരാതിയിൽ പറയുന്നു. വാർത്തയോട് പ്രതികരിക്കുവാൻ പരാതിക്കാരൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അസ്ലം തന്നെ ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് മുഹമ്മദ് അസ്ലം, എന്താണ് പരാതി നൽകാനിടയായ സാഹചര്യം? എന്താണ് സംഭവിച്ചത്? ഇവിടുന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX344 കഴിഞ്ഞ 8-ന് ഇവിടുന്ന് കാലിക്കറ്റേക്കാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. അപ്പോൾ ബാഗേജിന് ബെൽറ്റിന്റെ അടുത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടായിരുന്നു എല്ലാ പാസഞ്ചറും. അപ്പോൾ കുറച്ച് ആളുകൾക്ക് ലഗേജ് കിട്ടി, എനിക്ക് ഒരു ലഗേജ് കിട്ടി, പിന്നെ ഒരു ലഗേജ് കിട്ടിയില്ല. അപ്പോൾ 1 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവിടെയുള്ള പോർട്ടർമാരാണ് വന്നിട്ട് പറയുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിൽ വന്ന ലഗേജുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി ലഗേജ് ഒന്നും വരാനില്ല. കുറെ ആളുകൾക്ക് ലഗേജ് കിട്ടാനുള്ള കാര്യം ആ പോർട്ടർമാർക്ക് അറിയുമായിരുന്നില്ല. അപ്പൊ ബാക്കിയുള്ള ആളുകൾ, ഒരുപാട് ആളുകൾക്ക് കിട്ടാത്തതുണ്ട്, ഞാനടക്കം. അപ്പൊ ഇനി എന്താണ് അതിനുള്ള പ്രശ്നം, എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് എയർ ഇന്ത്യയുടെ കൗണ്ടറിൽ ആളുകളുണ്ട്, അവിടെ പോയിട്ട് സംസാരിക്കാൻ. അപ്പോൾ ഒഫീഷ്യൽസ്, കാര്യപ്പെട്ട ആളുകൾ, മാനേജറോ അങ്ങനെയുള്ള ആളുകളൊന്നും ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ കസ്റ്റംസിന്റെ തൊട്ടിപ്പുറത്തെ ഡെസ്കിൽ ആളുകൾ നിങ്ങളുടെ ലഗേജ് നെക്സ്റ്റ് ഡേ തന്നെ വീട്ടിലെത്തിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിൽ ലഗേജ് നെക്സ്റ്റ് ഡേ ഫ്ലൈറ്റിന് വരുമോ ഇല്ല എന്നുള്ള അന്വേഷിച്ചപ്പോൾ
ദുബായിലുള്ള ആളുകൾ ലഗേജ് കയറ്റി വിട്ടാൽ നമ്മളത് റിലീസ് ചെയ്യും എന്നൊരു മറുപടിയാണ് കൂട്ടത്തിൽ കിട്ടിയത്. അപ്പൊ അത് ഉറപ്പായിട്ടും ഡെലിവറി ചെയ്യും എന്നതൊന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ അതിൽ പറഞ്ഞ ഒരു ടെലിഫോൺ നമ്പർ ഒരിക്കലും ആള് അറ്റൻഡ് ചെയ്യാത്ത, ശരിക്ക് ഒരു നിലക്കും റീച്ചബിൾ ആയ ഒരു നമ്പർ ആയിരുന്നില്ല നമുക്ക് തന്ന സ്ലിപ്പിൽ ഉണ്ടായിരുന്നത്. അപ്പോ തുടർച്ചയായി 2-3 ദിവസം ഫോൺ ചെയ്തിട്ടും ഒരാൾ പോലും എടുക്കാത്തൊരു ടെലിഫോൺ നമ്പറാണ് സ്ലിപ്പിൽ തന്നിട്ടുള്ളത്. ലഗേജ് വന്നോ ഇല്ലേ എന്ന വിവരം പോലും പറയാനും അറിയാനും ഉള്ള സാഹചര്യം ഇല്ല. അങ്ങനെ ഇതെന്നാണ് സംഭവം നടക്കുന്നത്? അസ്ലം മാത്രമാണോ പരാതി നൽകിയത്? മറ്റുള്ളവർക്കും ലഗേജുകൾ ലഭിച്ചില്ല എന്ന് പറഞ്ഞു. മറ്റുള്ളവരും പരാതി നൽകിയിരുന്നോ? മറ്റുള്ള ആളുകൾ പരാതി നൽകിയോ ഇല്ലേ എന്നത് എനിക്കറിയില്ല. ഏതായാലും അവിടെയുള്ള ആളുകൾ ഫോട്ടോസും വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പത്രത്തിലും മറ്റു മീഡിയകൾക്ക് കൊടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല കയ്യേറ്റ ശ്രമം വരെ ഉണ്ടായിട്ടുണ്ട് അവിടെ. ഇത് 8-ാം തീയതിയാണ് നമ്മൾ രാവിലെ അവിടെ ലാൻഡ് ചെയ്യുന്നത്. അതിൽ കുറെ ആളുകൾക്ക് കിട്ടിയില്ല. തൊട്ട മുമ്പത്തെ ദിവസം വന്ന ആളുകൾക്കും ലഗേജ് കിട്ടിയിട്ടില്ല എന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞു. ശരി, ലഗേജ് ലഭിക്കാതിരുന്നതിനെ തുടർന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിന് ദുബായിൽ ഉള്ള അഡ്വക്കേറ്റ് മുഹമ്മദ് അസ്ലം പരാതി നൽകിയിരിക്കുന്നു. മുഹമ്മദ് അസ്ലം തന്നെയാണ് ടെലിഫോൺ ലൈനിൽ വിശദാംശങ്ങൾ പങ്കുവച്ചത്. സ്കൂളുകൾ തുറന്നതോടെ കുവൈത്ത് വീണ്ടും ഗതാഗത കുരുക്കിലേക്ക്. സ്കൂളിലേക്കും തിരിച്ചുമുള്ള വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു ഞായറാഴ്ച രാവിലെയും ഉച്ചനേരത്തും കുവൈത്ത് നിരത്തുകളിൽ ദൃശ്യമായത്. വാഹനപ്പെരുപ്പമാണ് കുവൈത്തിലെ ഗതാഗത പ്രശ്നത്തിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 19,25,168 വാഹനങ്ങളാണ് കുവൈത്തിലുള്ളത്. ഇതിൽ 15,52,738 എണ്ണം സ്വകാര്യ വാഹനങ്ങളാണ്. ഇവ കൂടാതെ 2,45,626 പിക്കപ്പ് വാഹനങ്ങളും 28,722 ബസ്സുകളും 17,458 ടാക്സികളും നിരത്തിലോടുന്നുണ്ട്. ഓരോ 366 സിവിലിയൻ വാഹനത്തിനും ഒരു പോലീസ് കാർ എന്ന തോതിൽ ട്രാഫിക് വിഭാഗം സേവനത്തിനും ഗതാഗത നിയന്ത്രണത്തിനുമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സ്കൂൾ സമയങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. ഓരോ വർഷവും വർദ്ധിച്ചുവരുന്ന വാഹനങ്ങളെ ഉൾക്കൊള്ളാൻ രാജ്യത്തെ നിരത്തുകൾക്ക് കഴിയാത്തതാണ് ഗതാഗതക്കുരുക്കിനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 2015 മാത്രം 87,796 വാഹനങ്ങളാണ് പുതുതായി നിരത്തിലിറങ്ങിയത്. പ്രതിവർഷം 4.8% വർധനയാണ് വാഹനങ്ങളുടെ എണ്ണത്തിലുണ്ടാകുന്നത്. ഓരോ വർഷവും ഇഷ്യൂ ചെയ്യപ്പെടുന്ന ലൈസൻസുകളുടെ എണ്ണത്തിലും വർധനയുണ്ടെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്ഥിതിവിവരക്കണക്ക് വ്യക്തമാക്കുന്നത്. 84,543 ഡ്രൈവിംഗ് ലൈസൻസുകളാണ് കഴിഞ്ഞ വർഷം മാത്രം ഇഷ്യൂ ചെയ്തത്. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ വിദ്യാലയങ്ങളുടെ പ്രവൃത്തി സമയം മാറ്റണമെന്ന നിർദ്ദേശം നേരത്തെ ഉയർന്നു വന്നിരുന്നു. സ്കൂൾ, കോളേജ്, ഓഫീസ് എന്നിവ വ്യത്യസ്ത സമയങ്ങളിൽ ആരംഭിക്കുന്നതിലൂടെ റോഡിലെ തിരക്ക് കുറക്കാൻ കഴിയുമെന്നാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചവർ ചൂണ്ടിക്കാട്ടുന്നത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം കാനഡയിൽ നിന്ന് നാവിക ആംബുലൻസുകൾ വാങ്ങുന്നു. അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള 6 നാവിക ആംബുലൻസുകൾ നിർമ്മിച്ചു നൽകാൻ കനേഡിയൻ കമ്പനിക്ക് കരാർ നൽകിയതായി മെഡിക്കൽ സർവീസസ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ജമാൽ അൽ ഹർബി പറഞ്ഞു. 1.5 വർഷത്തിനകം ആംബുലൻസുകൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ മറൈൻ ഫ്ലീറ്റിന്റെ ഭാഗമാകുമെന്നാണ് കരുതപ്പെടുന്നത്. കുവൈത്തിൽ ഗാർഹിക ജോലിക്കാരുടെ എണ്ണത്തിൽ വർധനയുണ്ടായതായി സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട്. സെൻട്രൽ സെൻസസ് ബോർഡ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 6 ലക്ഷത്തിലേറെ തൊഴിലാളികളാണ് ഗാർഹിക മേഖലയിൽ ജോലി ചെയ്യുന്നത്. ഇന്ത്യ, ശ്രീലങ്ക, എത്യോപ്യ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഉള്ള വീട്ടുജോലിക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. 2015 മാർച്ചിൽ നടത്തിയ കണക്കെടുപ്പിൽ 6,55,389 രാജ്യത്തെ ഗാർഹിക ജോലിക്കാരുടെ എണ്ണം. ഈ വർഷം മാർച്ചിൽ വീണ്ടും കണക്കെടുത്തപ്പോൾ എണ്ണം 6,62,114 ഉയർന്നു. 6,725 പേരുടെ വർധനയാണ് ഒരു വർഷത്തിനിടെ ഉണ്ടായത്. 3,62,775 സ്ത്രീകളും 2,99,339 പുരുഷന്മാരുമാണ് ഗാർഹിക മേഖലയിൽ തൊഴിലെടുക്കുന്നത്. ഇന്ത്യ, ഫിലിപ്പൈൻസ്, ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നീ രാജ്യക്കാരാണ് വീട്ടുജോലിക്കാരുടെ എണ്ണത്തിൽ ആദ്യ 4 സ്ഥാനങ്ങളിലുള്ളത്. ഇന്ത്യ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ നിന്ന് പുതുതായി ഗാർഹിക മേഖലയിലേക്ക് വരുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതായാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. വീട്ടുജോലിക്കാരുടെ റിക്രൂട്ട്മെന്റിൽ നിബന്ധനകൾ കടുപ്പിച്ചതാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പുതുതായി ഈ മേഖലയിലേക്ക് ആളുകളെത്താത്തതെന്നാണ് വിലയിരുത്തൽ. നിലവിൽ ഫിലിപ്പൈൻസ്, ഗാന, മൊഗാദിഷു എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് കുവൈത്തിലേക്ക് വീട്ടുജോലിക്കാർ കൂടുതലായി എത്തുന്നത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. അടുത്ത വർഷത്തേക്കുള്ള ഉംറ സീസൺ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ അഹമ്മദ് ബിൻ തൻ പറഞ്ഞു. ഹജ്ജ് ഓപ്പറേഷൻ വിജയകരമാക്കാൻ കഴിഞ്ഞതിൽ മന്ത്രി സംതൃപ്തി രേഖപ്പെടുത്തി. ഓരോ വർഷത്തെ ഹജ്ജ് അവസാനിക്കുന്നതോടെ അടുത്ത വർഷത്തേക്കുള്ള ആസൂത്രണങ്ങൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഹജ്ജുകാരി ഓഫീസ്, ഹജ്ജ് സമ്മേളനാതിഥികൾ, ഹജ്ജ് റിപ്പോർട്ടിംഗ് വിജയികൾ എന്നിവരുടെ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ തീർത്ഥാടക സീസൺ അവസാനിക്കുമ്പോഴും അതിന്റെ റിപ്പോർട്ട് വിലയിരുത്തി അപാകതകൾ പരിഹരിക്കുമെന്നും ഹജ്ജ് മന്ത്രി പറഞ്ഞു.
കരിപ്പൂർ വിമാനത്താവളത്തെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബഹ്റൈനിൽ പ്രവാസികൾ മനുഷ്യച്ചങ്ങല തീർത്തു. മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നടത്തിയ കരുദിനാചരണത്തിന് പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു പരിപാടി. ബഹ്റൈൻ മലയാളി ബിസിനസ് ഫോറവും യുവജന വിഭാഗവും യാത്രാ സമിതിയുമായി ചേർന്നായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മനാമ അൽ ഓസ്ട്ര റെസ്റ്റോറന്റിൽ തീർത്ത മനുഷ്യച്ചങ്ങലയിൽ നിരവധി പ്രവാസികൾ കണ്ണിച്ചേർന്നു. പ്രവാസികളിൽ കൂടുതൽ പേർ ആശ്രയിക്കുന്ന വിമാനത്താവളമായ കരിപ്പൂരിനെ ഇല്ലാതാക്കുവാൻ അനുവദിക്കില്ലെന്ന് പങ്കെടുത്തവർ പറഞ്ഞു. ബഷീർ അമ്പലായി, കെ ടി സലീം, നാസർ മഞ്ചേരി, സാനി പോൾ, എസിയ ബക്കർ എന്നിവർ സംസാരിച്ചു. അഷ്റഫ് മഞ്ചേരി, മിഹ്റാസ്, ഷിഹാബ് പ്ലസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വേനലവധി കഴിഞ്ഞ് ഖത്തറിലെ സ്കൂളുകളിൽ വീണ്ടും അധ്യയനം തുടങ്ങി. 3 ലക്ഷം കുട്ടികളാണ് രാജ്യത്തെ സ്വകാര്യ ഇൻഡിപെൻഡന്റ് സ്കൂളുകളിലായി പഠനം തുടരുന്നത്. നീണ്ട 2.5 മാസത്തെ അവധിക്ക് ശേഷം ക്ലാസുകൾ ആരംഭിക്കുമ്പോൾ സ്കൂളുകളിലെ മലയാളി വിദ്യാർത്ഥികളുടെ ഹാജർ നില കുറവാണ്. ഖത്തറിലെ 191 ഇൻഡിപെൻഡന്റ് സ്കൂളുകളും ഇന്ത്യൻ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള 245 സ്വകാര്യ സ്കൂളുകളും വേനലവധിക്ക് ശേഷം ഇന്ന് വീണ്ടും ക്ലാസുകൾ ആരംഭിച്ചു. ഇതിൽ അറബിക് സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷമാണ് ആരംഭിച്ചതെങ്കിൽ ഇന്ത്യൻ സ്കൂളുകളിൽ ഇന്ന് 2ാം സെമസ്റ്ററാണ് ആരംഭിക്കുന്നത്. നീണ്ട 2.5 മാസത്തെ അവധിക്ക് ശേഷം ക്ലാസുകൾ ആരംഭിച്ചപ്പോൾ മിക്ക ഇന്ത്യൻ സ്കൂളുകളിലും മലയാളി വിദ്യാർത്ഥികളുടെ ഹാജർ കുറവായിരുന്നു. അവധിക്ക് നാട്ടിലേക്ക് പോയ കുടുംബങ്ങളധികവും താങ്ങാനാവാത്ത വിമാന ടിക്കറ്റ് നിരക്ക് മൂലം മടക്കയാത്ര വൈകിപ്പിക്കാൻ നിർബന്ധിതരായതാണ് കാരണം. വരും ദിവസങ്ങളിൽ കൂടുതൽ കുടുംബങ്ങൾ നാട്ടിൽ നിന്നെത്തുന്നതോടെ മാത്രമേ സ്കൂളുകളിലെ ഹാജർ നില ഉയരുകയുള്ളൂ. അറബിക് സ്കൂളുകൾക്ക് ഇത്തവണ 2.5 മാസത്തിലധികം അവധി ലഭിച്ചിരുന്നു. റമദാൻ, ചെറിയ പെരുന്നാൾ, ബലിപെരുന്നാൾ എന്നിവ ഉൾപ്പെടുത്തി മന്ത്രാലയം വേനൽക്കാല അവധി പുനഃക്രമീകരിക്കുകയായിരുന്നു. വിദ്യാഭ്യാസ വർഷത്തെ വരവേൽക്കാൻ ഇൻഡിപെൻഡന്റ് സ്കൂളുകളും യൂണിവേഴ്സിറ്റി അടക്കമുള്ള സർക്കാർ സ്ഥാപനങ്ങളും വലിയ ഒരുക്കങ്ങളാണ് നടത്തിയത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് അനധികൃത ടാക്സി ഓട്ടം നടത്തിയ കേസിൽ 8 മാസത്തിനിടെ പിടിയിലായത് 122 ഡ്രൈവർമാർ. അബുദാബി ഗതാഗത നിയന്ത്രണ കേന്ദ്രവുമായി സഹകരിച്ച് അബുദാബി പോലീസ് 2016 നടത്തിയ പരിശോധനയിലാണ് ഇത്രയും പേർ പിടിയിലായത്. അബുദാബിയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു നടപടിയെന്ന് അധികൃതർ അറിയിച്ചു. ഡ്രൈവർമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും അവരുടെ വാഹനങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്തു. ലൈസൻസ് ഇല്ലാത്ത വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ട്രാൻസ്പോർട്ട് അബുദാബി ജനറൽ മാനേജർ മുഹമ്മദ് അൽ ഖാസ്മി പറഞ്ഞു. ടാക്സിയായി ഓടാൻ അനുമതിയുള്ള വാഹനങ്ങൾ മാത്രമേ വിളിക്കാവൂ. ഇത്തരം വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് പരിശീലനം നൽകുകയും ഗതാഗത അധികൃതർ ഇവർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ലൈസൻസ് ഇല്ലാതെ ഓടുന്ന വാഹനങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോയെന്നും അവർക്ക് ഇൻഷുറൻസ് ഉണ്ടോയെന്നും ഉറപ്പിക്കാനാവില്ല. ട്രാൻസ്പോർട്ട് അബുദാബി കാറുകളുടെ ഇൻഷുറൻസിന്റെ പരിധിയിൽ യാത്രക്കാരും ഉൾപ്പെടും. അനധികൃതമായി ടാക്സി ഓട്ടം നടത്തുന്നവർക്ക് 5000 മുതൽ 10000 വരെ ദിർഹം പിഴയോ 30 ദിവസത്തെ തടവോ രണ്ടും കൂടിയ ശിക്ഷ ലഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ 1 അബുദാബി. വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ പുതിയ ക്യാമറകൾ സ്ഥാപിച്ചതായ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ദുബായ് പോലീസ്. റോഡുകൾക്കിടയിലെ തൂണുകളിൽ സ്ഥാപിച്ച നൂതന ക്യാമറകളിലൂടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി 1000 ദിർഹം പിഴയും 12 ബ്ലാക്ക് പോയിന്റും നൽകുമെന്നായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. എന്നാൽ പുതുതായി നഗരത്തിലെവിടെയും ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ലെന്ന് അധികൃതർ വിശദീകരിച്ചു. വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് 200 ദിർഹം പിഴയും 4 ബ്ലാക്ക് പോയിന്റും മാത്രമാണ് ശിക്ഷയെന്നും പോലീസ് അറിയിച്ചു. ഈ മാസം 15-ന് സമാപിച്ച മധ്യാഹ്ന ഇടവേള നിയമം വൻ വിജയമായിരുന്നുവെന്ന് UAE അധികൃതർ. തുച്ഛമായ സ്ഥാപനങ്ങൾ ഒഴിച്ച് രാജ്യത്തെ മുഴുവൻ കമ്പനികളും ഉച്ചവിശ്രമ നിയമം പൂർണ്ണമായി പാലിച്ചു. 66,302 കമ്പനികളിൽ നടത്തിയ പരിശോധനയിൽ വെറും 187 കമ്പനികൾ മാത്രമാണ് നിയമം ലംഘിച്ചതായി കണ്ടെത്തിയത്. രാജ്യത്തെ ഭൂരിഭാഗം കമ്പനികളും നിയമത്തിന് അനുസൃതമായി പ്രവർത്തിച്ചുവെന്നാണ് മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. കടുത്ത വേനലിൽ ജീവനക്കാർക്ക് പ്രയാസമുണ്ടാകാതിരിക്കാൻ ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെയായിരുന്നു മധ്യാഹ്ന ഇടവേള നിയമം പ്രഖ്യാപിച്ചത്. ഈ കാലയളവിൽ ഉച്ചയ്ക്ക് 12:30 മുതൽ 3 വരെ വെയിലത്ത് ജോലി ചെയ്യിക്കരുതെന്നായിരുന്നു കമ്പനികൾക്ക് നൽകിയ നിർദ്ദേശം. തുടർച്ചയായി 12ാം വർഷമാണ് UAE മധ്യാഹ്ന ഇടവേള നിയമം ഏർപ്പെടുത്തുന്നത്. മന്ത്രാലയം നടത്തിയ 66,302 പരിശോധനകളിൽ 13,569 എണ്ണവും ദുബൈയിലായിരുന്നു. നിയമം സംബന്ധിച്ച ബോധവൽക്കരണത്തിന് രാജ്യത്തൊട്ടാകെ 32,980 സന്ദർശനങ്ങളും മന്ത്രാലയം സംഘടിപ്പിച്ചു. നിയമലംഘനം തടയാൻ മന്ത്രാലയത്തിൽ നിന്നുള്ള 18 സംഘങ്ങളാണ് പരിശോധന നടത്തിയിരുന്നത്. ദുബൈയിൽ 4-ഉം അബുദാബിയിൽ 3-ഉം ഉമ്മുൽ ഖുവൈനിൽ 1-ഉം ഷാർജ, അല്ലൈൻ, അജ്മാൻ, റാസൽ ഖൈമ, ഫുജൈറ എമിറേറ്റുകളിൽ 2 വീതവും സംഘങ്ങളെയായിരുന്നു ഇതിനായി നിയോഗിച്ചിരുന്നത്. മീഡിയ 1 ദുബൈ.
ഖത്തറിലെ ഇന്ത്യൻ എംബസിയിൽ കോൺസുലർ സേവനങ്ങളുടെ സമയം പുനഃക്രമീകരിച്ചു. സെപ്റ്റംബർ 21 ബുധനാഴ്ച മുതൽ രാവിലെ 9 മണിക്കും 12:15 ഇടയിലായിരിക്കും അപേക്ഷകൾ സ്വീകരിക്കുകയെന്ന് ഇന്ത്യൻ എംബസി തേർഡ് സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അലി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വൈകിട്ട് 4 മുതൽ 5:15 വരെയായിരിക്കും സ്വീകരിച്ച അപേക്ഷകളിൽ തീർപ്പു കൽപ്പിച്ച് രേഖകൾ തിരികെ നൽകുക. ഉനൈസയിലെ പുതിയ എംബസി കെട്ടിടത്തിൽ തന്നെയാണ് കോൺസുലർ സേവനങ്ങൾക്കുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ദമാമിൽ 2 സുരക്ഷാ ഭടന്മാർ അജ്ഞാത സംഘത്തിന്റെ വെടിയേറ്റ് മരിച്ചു. പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേരെ അജ്ഞാത സംഘം വെടിയുതിർക്കുകയായിരുന്നു. ദമാം ഖുദ്രിയയിൽ ശനിയാഴ്ച രാത്രി 11 മണിക്കാണ് സംഭവം. ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യയാണ് രണ്ടുപേരുടെയും മരണം സംഭവിച്ചത്. ഇരുവരും മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരാണ്. ഭീകരാക്രമണ ശ്രമമാണ് ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവസ്ഥലം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. കുറ്റവാളികൾക്കായുള്ള തെരച്ചിൽ ശക്തമാക്കിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. വാർത്തകളിലേക്ക്. കോഴിക്കോട് കുറ്റ്യാടി കടന്തറപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. മറ്റുള്ള 5 പേർക്കായാണ് തെരച്ചിൽ തുടരുന്നത്. മരുതോംകര കോതോട് സ്വദേശികളാണ് കാണാതായിരിക്കുന്നത്. 3 പേർ നീന്തി രക്ഷപ്പെട്ടു. MK ഷുക്കൂറുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷുക്കൂർ, തെരച്ചിൽ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അഞ്ജന, ഇന്ന് വൈകുന്നേരം 4:30 സംഭവം ഉണ്ടായത്. കുറ്റ്യാടി കടവന്ത്രപ്പുഴയും അതുപോലെ തന്നെ തൃക്കന്തോട് പുഴയും ചേരുന്നിടത്തുള്ള ഒരു തടയണയിൽ 9 സുഹൃത്തുക്കൾ കുളിക്കാനിറങ്ങിയതാണ്. ഈ കുളിക്കാനിറങ്ങിയ സുഹൃത്തുക്കൾ അല്പസമയത്തിന് ശേഷം പുഴയിൽ വൻതോതിൽ വെള്ളം കൂടുകയും പെരുവണ്ണാമൊഴി വനമേഖലയിൽ നിന്നുള്ള ഒരു മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തു. ഇത് കണ്ട് 3 പേർ ഉടൻ തന്നെ നീന്തി രക്ഷപ്പെട്ടു. എന്നാൽ ബാക്കിയുള്ള 6 പേർ തൊട്ടടുത്ത ഒരു പാറക്കൂട്ടത്തിൽ കയറി നിന്ന് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. എന്നാൽ അതിനേക്കാൾ ഉയരത്തിൽ ഉള്ള മലവെള്ളമാണ് പിന്നീട് ഒഴുകിയെത്തിയത്. ഈ ഒഴുകിയെത്തിയ വെള്ളത്തിൽ ഈ 6 സുഹൃത്തുക്കളും ഒഴുകി പോവുകയായിരുന്നു. ഈ സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ്, അതായത് ഈ 6 പേരെന്ന് ഈ സുഹൃത്തുക്കൾക്ക് വേണ്ടി തിരച്ചിലാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. ഇതിൽ ഒരാളുടെ മൃതദേഹമാണ് ഇപ്പോൾ ലഭിച്ചത്. മരുതോങ്കര കോതോട് സ്വദേശി രജീഷ് എന്റെ മൃതദേഹമാണ് ലഭിച്ചത്. രജീഷിന്റെ മൃതദേഹം ഇപ്പോൾ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. മറ്റ് സുഹൃത്തുക്കളായ അശ്വന്ത്, അക്ഷയ് രാജ്, ഷൈൻ, വിപിൻ ദാസ്, വിഷ്ണു എന്നിവർക്കുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇവിടെ തെരച്ചിൽ നേതൃത്വം നൽകാനായി അത്തരം കാര്യങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾക്കായി റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ, അതുപോലെ തന്നെ മന്ത്രിമാരായ TP രാമകൃഷ്ണൻ, AK ശശീന്ദ്രൻ തുടങ്ങിയവരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർ അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിലെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. ഈ പുഴയിൽ ഇപ്പോഴും ഒഴുക്ക് വലിയ തോതിലുണ്ട്. നേരത്തെ ഉള്ള അത്ര ഇല്ലെങ്കിൽ പോലും ഒഴുക്ക് വലിയ തോതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും അത്തരത്തിലുള്ള അപകടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ പ്രദേശത്ത് ജാഗ്രത പാലിക്കാനായി ഒരു റവന്യൂ വകുപ്പ് ഒരു മൈക്ക് അനൗൺസ്മെന്റ് ഇവിടെ ഇപ്പൊ നടത്തുന്നുണ്ട്. ജനങ്ങളെല്ലാം ജാഗ്രത പാലിക്കണം. ദയവായി തുടരുക. ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ, സ്ഥലം സന്ദർശിച്ചിരുന്നു. എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ട്? ഇപ്പോൾ ഇതിനകം തന്നെ ഒരു ബോഡി കണ്ടെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് രജീഷ് എന്നാണ് ആ കണ്ടെടുത്ത കുട്ടിയുടെ പേര്. ബാക്കി 5 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ സജീവമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തെരച്ചിൽ സംവിധാനവുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗം ആളുകളും ഇവിടെ ഏകോപനത്തോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. റവന്യൂ മന്ത്രി, എക്സൈസ് മന്ത്രി തുടങ്ങിയ മന്ത്രിമാരും സ്ഥലം MLA EK വിജയനും ഇവിടെയുണ്ട്. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ. ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരുടെ സേവനമാണ് ഇപ്പോൾ ഇവിടെ ഫലപ്രദമായി കണ്ടത്. ആ രൂപത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും കുറ്റമറ്റ രീതിയിൽ നടക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. പുഴയിലെ ഒഴുക്ക് വളരെ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇതിൽ കൂടുതൽ ചെയ്യണമെങ്കിൽ ദ്രുതകർമ്മ സേനയുടെ സേവനം കൂടി വേണം. ദ്രുതകർമ്മ സേന ഏതാനും സമയത്തിനകം ഇവിടെ എത്തിച്ചേരുന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. രാത്രിയേറെ വൈകിയിരിക്കുന്നു. ഇരുട്ടും ഇപ്പോൾ പറഞ്ഞതുപോലെ ഒഴുക്കും രക്ഷാപ്രവർത്തനത്തിന് ഏറെ വെല്ലുവിളിയായിട്ടുണ്ട്. രാത്രി വൈകിയും തെരച്ചിൽ തുടരുമോ? എന്താണ് ഇത് സംബന്ധിച്ചെടുത്തിരിക്കുന്ന തീരുമാനം? അല്ല, തെരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. എപ്പോൾ വരെ തെരച്ചിൽ തുടരാനാണ് തീരുമാനം? അങ്ങനെ സമയം നിശ്ചയിച്ചിട്ടില്ല. ശരി, കൂടുതൽ സേനയെ വിന്യസിക്കാനുള്ള നടപടികൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇപ്പോൾ എന്തൊക്കെ സംവിധാനങ്ങളാണ് നിലവിൽ അവിടെ ഒരുക്കിയിട്ടുള്ളത്? അപ്പൊ അവരെത്തിക്കഴിഞ്ഞാൽ അവരെ കുറെ അസൈൻമെന്റ് ഏൽപ്പിച്ച് സബ് കളക്ടറും ഡെപ്യൂട്ടി കളക്ടറും തഹസിൽദാർ തുടങ്ങിയ എല്ലാവരും വളരെ ഒരു ടീമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ അപകട സാധ്യതയുണ്ട്. പ്രദേശത്തെ ജനങ്ങൾക്ക് ജാഗ്രത. മഴ വന്നാൽ ചിലപ്പോൾ വീണ്ടും ഈ ആളുകൾ കണ്ടമാനം ഉള്ളത് കൊണ്ട് അവര് അലസമായും അശ്രദ്ധമായും ഈ പുഴയോരത്തൊക്കെ ഇരുട്ടാണല്ലോ.
ബാക്കി സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ ഐഡന്റിഫൈ ചെയ്ത സ്പോട്ടുകളിൽ വെച്ച് മറ്റു സ്ഥലങ്ങളിലൊക്കെ ആളുകൾ ധാരാളം വരുമ്പോൾ അവർ അശ്രദ്ധമായ ശ്രദ്ധിക്കണം എന്ന ജാഗ്രതാ നിർദ്ദേശം ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ശരി, വളരെയധികം നന്ദി AK ശശീന്ദ്രൻ പ്രതികരിച്ചതിന്. ഷുക്കൂറിലേക്ക് ഒരിക്കൽ കൂടി. ഷുക്കൂർ, ഇപ്പോൾ കാണാതായ 5 പേർക്കായിട്ടാണ് തിരച്ചിൽ തുടരുന്നത്. ഇവർ ആരൊക്കെയാണ്? ഇവരുടെ പേര് വിവരങ്ങൾ? അഞ്ജന, ഇവരെല്ലാം തന്നെ മരുതോങ്കര കോതോട് സ്വദേശികളാണ്. ഈ അശ്വന്ത്, അക്ഷയ് രാജ്, ഷൈൻ, വിപിൻ ദാസ്, വിഷ്ണു എന്നാണ് ഇവരുടെ പേരുകൾ. ഇവർക്കെല്ലാം 20-നും 21-നും അതേ പ്രായമുള്ള യുവാക്കളാണ്. ഈ 9 സുഹൃത്തുക്കൾ ഒരുമിച്ചാണ് കുളിക്കാനായി പോയത്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ നേരത്തെ മന്ത്രി പറഞ്ഞപ്പോൾ കുറച്ചുകൂടി വിശദീകരിക്കാനുണ്ട്. ഒരുപക്ഷെ ഈ മലയോര മേഖലയിൽ വേണ്ടത്ര സൗകര്യങ്ങൾ യഥാസമയം എത്തിക്കാൻ കഴിയില്ല. ഈ നാട്ടുകാരുടെയും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരുടെയും ഒരു ഇടപെടലാണ് ഒരുപക്ഷെ ഈ ഒരു മൃതദേഹമെങ്കിലും ഇത്ര വേഗത്തിൽ കണ്ടെടുക്കാൻ കഴിഞ്ഞതെന്ന് എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോൾ ബേപ്പൂരിൽ നിന്നും അതുപോലെ തന്നെ ചോമ്പാലയിൽ നിന്നും മത്സ്യത്തൊഴിലാളികളെയും അതുപോലെ തന്നെ അവരുടെ വലകളും കൊണ്ടുവന്ന് താഴെ, അതായത് വെള്ളം ഒഴുകി പോകുന്ന താഴെ വല വെച്ച് തടഞ്ഞ് ഈ മൃതദേഹം കണ്ടെടുക്കാൻ കഴിയുമോ എന്ന ഒരു ശ്രമമാണ് നടത്താൻ പോകുന്നത്. ഇതിൽ ബേപ്പൂരിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളും അവരുടെ വലയും ഇവിടെ എത്തിയിട്ടുണ്ട്. ചോമ്പാലയിൽ നിന്നുള്ള കൂടി എത്തും. അതുപോലെ തന്നെ ദ്രുതകർമ്മസേന കൂടി എത്തുന്നതോടുകൂടി കൂടുതൽ ശക്തമായ തെരച്ചിൽ നടത്താൻ കഴിയുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ അല്പം മുമ്പ് ഇതാ മഴ വീണ്ടും തുടങ്ങിയിരിക്കുന്നു. അതൊരു പക്ഷേ രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ ദുഷ്കരമാക്കാനുള്ള സാധ്യതയുണ്ട്. ശരി, തീർച്ചയായും. കോഴിക്കോട് കുറ്റ്യാടി കടന്തറപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കാണാതായ 6 പേരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. 5 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. 3 പേർ നീന്തി രക്ഷപ്പെട്ടു. MK ഷുക്കൂറാണ് വിവരങ്ങൾ നൽകിയത് സംഭവ സ്ഥലത്ത്. മറ്റു വാർത്തകളിലേക്ക്. ഗൾഫിൽ തൊഴിൽ തേടുന്ന ഉദ്യോഗാർത്ഥികൾ വിസ തട്ടിപ്പുകളിൽ കുരുങ്ങുന്ന സംഭവങ്ങൾ നിരവധിയാണ്. ബഹ്റൈനിൽ ജോലിക്കായി പോകുന്നതിന് മുൻപ് ഉദ്യോഗാർത്ഥികൾക്ക് നാട്ടിൽ നിന്ന് തന്നെ വെബ്സൈറ്റിലൂടെ തങ്ങളുടെ വിസയുടെ അംഗീകാരം പരിശോധിക്കാൻ കഴിയും. എന്നാൽ പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നത് വ്യാജ വിസ റാക്കറ്റുകൾക്ക് അനുഗ്രഹമായി തീരുന്നു. വിസ തട്ടിപ്പിൽ കുരുങ്ങാതിരിക്കാൻ ഉദ്യോഗാർത്ഥികൾക്ക് ഏറെ സഹായകരമാണ് ബഹ്റൈനിലെ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി തങ്ങളുടെ വെബ്സൈറ്റിൽ ഏർപ്പെടുത്തിയ വിസ വാലിഡിറ്റി ചെക്കിംഗ് സംവിധാനം. നാട്ടിൽ നിന്നു തന്നെ ഉദ്യോഗാർത്ഥിക്ക് www.lmra.bh എന്ന വെബ്സൈറ്റിൽ തങ്ങളുടെ പാസ്പോർട്ട് നമ്പർ രേഖപ്പെടുത്തി വിസ അംഗീകൃതമാണോ എന്ന് പരിശോധിക്കാൻ കഴിയും. ബഹ്റൈനിൽ ജോലി അന്വേഷിക്കുന്നവർ ഈ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത് വിസ തട്ടിപ്പുകളിൽ കുരുങ്ങാതിരിക്കുവാൻ സഹായിക്കുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു തൊഴിലാളിക്ക് ഇവിടെ വരുവാനുള്ള ഒരു വിസ ലഭിച്ചാൽ അദ്ദേഹത്തിന് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടെ കൊണ്ടിരുന്ന തൊഴിലുടമയുടെയും അയാളുടെ കിട്ടുന്ന തൊഴിൽ കരാറിൻ്റെയും അയാളുടെ വിസയുടെയും എല്ലാ ഡീറ്റെയിൽസും ഇവിടുത്തെ വെബ്സൈറ്റിൽ കൂടി പരിശോധിക്കാവുന്നതാണ്. തൊഴിലാളി അവിടുന്ന് വരുന്നതിന് മുമ്പ് ഈ കമ്പനിയുടെ എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ബഹ്റൈനിൽ തൊഴിലാളികൾക്കായി ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങളെക്കുറിച്ചും തൊഴിൽ മാറ്റത്തിനായുള്ള നിബന്ധനകളെക്കുറിച്ചും വെബ്സൈറ്റിൽ വിശദീകരണമുണ്ട്. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ഒക്ടോബർ 2-ന് ആരംഭിക്കുന്ന ഈ വർഷത്തെ ഹിജ്റ പുതുവർഷം സൗദിയിലെ പ്രവാസി സമൂഹത്തിന് പ്രയാസകരമായ തുടക്കമായിരിക്കും സമ്മാനിക്കുക. വിദേശി ജോലിക്കാരുടെയും ആശ്രിതരുടെയും വിസ, സന്ദർശന വിസ, റീ എൻട്രി, ഹജ്ജ്, ഉംറ വിസ എന്നിവയ്ക്ക് ഫീസ് വർദ്ധിപ്പിച്ചതിനു പുറമെ ഏതാനും സേവനങ്ങൾക്ക് വർഷങ്ങളോളമായി സർക്കാർ നൽകിവരുന്ന സബ്സിഡി നിർത്തലാക്കാനും സാധ്യതയുള്ളതായി ഷൂറ കൌൺസിൽ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. സ്വദേശികളെയും വിദേശികളെയും ഒരുപോലെ ബാധിക്കുന്നതാണ് സബ്സിഡി എടുത്തുകളയുന്ന 7 സേവനങ്ങൾ. വാഹന രജിസ്ട്രേഷൻ ഫീസ്, വാഹന ഉടമസ്ഥാവകാശ കൈമാറ്റത്തിനുള്ള ഫീസ്, ട്രാഫിക് പിഴകൾ, വീട്ടുവേലക്കാരുടെ ഇഖാമ പുതുക്കലും എടുക്കലും, 193 ഇനങ്ങളുടെ കസ്റ്റംസ് തീരുവ, കപ്പൽ തുറമുഖ ഫീസ്, സ്വദേശികളുടെ പാസ്പോർട്ട് ഫീസ് എന്നിവയ്ക്ക് സർക്കാർ നൽകി വന്ന 50% സബ്സിഡി എടുത്തുകളയുന്നതോടെ ഇത്തരം സേവനങ്ങളുടെ നിരക്ക് ഇരട്ടിയായി വർദ്ധിക്കും. 3 വർഷം മുമ്പ് സൗദി മന്ത്രിസഭാ തീരുമാനപ്രകാരം ഏർപ്പെടുത്തിയ ഇളവിന്റെ കാലാവധി ഈ ഹിജ്റ വർഷാവസാനത്തോടെ അവസാനിക്കും. 2013 ഡിസംബറിലാണ് രാജ്യത്തെ പൗരന്മാരുടെയും താമസക്കാരുടെയും സൗകര്യം പരിഗണിച്ച 7 സേവനങ്ങൾക്ക് മന്ത്രിസഭ സബ്സിഡി പ്രഖ്യാപിച്ചത്. സാമ്പത്തിക ആശ്വാസത്തിന്റെ സാഹചര്യത്തിൽ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ പ്രതികൂല സാഹചര്യത്തിലും തുടരേണ്ടതില്ലെന്ന് ഷൂറ കൌൺസിൽ സാമ്പത്തിക സമിതി അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. സബ്സിഡി നൽകുന്ന ഏത് സർക്കാരിനും ഇത്തരം ഇളവുകൾ ദീർഘകാലം തുടർന്നുപോകാനാവില്ലെന്ന് ഷൂറ കൌൺസിൽ അംഗം സാലിഹ് അൽ അഫാലിക് പറഞ്ഞു. സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ ആനുകൂല്യം ലഭിക്കുന്ന ഇത്തരം സബ്സിഡി എടുത്തുകളയുന്നതിലൂടെ രാജ്യത്തിന് വൻ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ഒഴിയാനാകും. സന്ദർശന വിസയുടെ കാലാവധിക്കനുസരിച്ച് 8,000, 5,000, 3,000
1000 എന്നിങ്ങനെ ഫീസ് ഈടാക്കാനും റീ എൻട്രിയുടെ അടിസ്ഥാന ഫീസായ 200 റിയാലിന് പുറമെ ഓരോ മാസത്തിനും 100 റിയാൽ വീതം അധിക നിരക്കും ആവർത്തിച്ച് ഹജ്ജും ഉംറയും നിർവഹിക്കുന്നവർക്ക് 2000 റിയാൽ വിസ ഫീസും പ്രാബല്യത്തിൽ വരുന്നതിനു പുറമെ രാജ്യത്തിനകത്ത് കഴിയുന്ന വിദേശികളെ കൂടി ബാധിക്കുന്ന സബ്സിഡി എടുത്തുകളയുന്ന നിയമം കൂടി നടപ്പിലാക്കിയാൽ സാധാരണക്കാരായ പ്രവാസികളെയും കുടുംബങ്ങളെയും ഇത് സാരമായി ബാധിക്കും. അസ്കർ പുള്ളിയിൽ, മീഡിയ 1, റിയാദ്. ഷാർജയിലെ പെയ്ഡ് പാർക്കിംഗ് സോണുകൾ വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തതായി ഷാർജ നഗരസഭ. നിലവിലെ 32-ൽ നിന്ന് 4000-ആയാണ് വരും വർഷങ്ങളിൽ പണം നൽകി പാർക്ക് ചെയ്യാനുള്ള സോണുകൾ വർദ്ധിപ്പിക്കുക. 1534 കേന്ദ്രങ്ങൾ ഇതിനകം തന്നെ തെരഞ്ഞെടുത്തതായി ഷാർജ നഗരസഭ പബ്ലിക് പാർക്കിംഗ് വകുപ്പ് മേധാവി അഹമ്മദ് അൽ ബിർദാൻ പറഞ്ഞു. 4000 പാർക്കിംഗ് സോണുകളിലൂടെ 28,010 വാഹനങ്ങൾ നിർത്തിയിടാനുള്ള സൗകര്യം ഒരുക്കുകയാണ് ലക്ഷ്യം. അൽമജാസ്, സെൻട്രൽ മാർക്കറ്റ്, അൽ മജാര പ്രദേശങ്ങളിൽ ഇതിനകം തന്നെ 28 പാർക്കിംഗ് യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതോടെ ഷാർജയിലെ മൊത്തം പാർക്കിംഗ് യന്ത്രങ്ങളുടെ എണ്ണം 1060 ഉയർന്നു. വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നവരെ കണ്ടെത്താൻ നഗരസഭ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. പള്ളികൾക്ക് സമീപം കുറച്ചു സമയം വാഹനം നിർത്തിയിടാൻ മാത്രമേ അനുമതിയുള്ളൂ. നിശ്ചിത സമയപരിധിയിൽ കൂടുതൽ നിർത്തിയിട്ടാൽ ഫൈൻ ചുമത്തും. SMS മുഖേന പണം നൽകാൻ ഏർപ്പെടുത്തിയ സംവിധാനം വളരെയധികം പേർ പ്രയോജനപ്പെടുത്തുന്നതായും അദ്ദേഹം അറിയിച്ചു. മീഡിയ 1, ഷാർജ. അബുദാബിയിൽ 90 ലക്ഷം ദിർഹത്തിന്റെ തട്ടിപ്പ് നടത്തിയ കേസിൽ ഏഷ്യക്കാരനായ ബാങ്ക് ജീവനക്കാരനെ 3 വർഷം തടവിന് ശിക്ഷിച്ചു. അബുദാബി എമിറേറ്റിലെ ഒരു ബാങ്കിൽ ട്രഷററായി ജോലി ചെയ്തിരുന്നയാളെയാണ് ശിക്ഷിച്ചത്. ജയിൽ ശിക്ഷയ്ക്ക് ശേഷം ഇയാളെ സ്വന്തം രാജ്യത്തേക്ക് കയറ്റി അയക്കാനും അബുദാബി കോടതി ഉത്തരവിട്ടു. പണം തട്ടിപ്പിന് സഹായിക്കുകയും തട്ടിപ്പിലൂടെ നേടിയ പണം പങ്കുവെക്കുകയും ചെയ്ത മറ്റൊരാൾക്ക് 6 മാസത്തെ തടവ് ശിക്ഷയും കോടതി വിധിച്ചു. പണം കൈകാര്യം ചെയ്തതിനും ഒളിപ്പിച്ചതിനും 3-ാം പ്രതിക്ക് 3000 ദിർഹം പിഴ വിധിച്ചു. യാത്രാ സഹായി കുവൈത്തിന്റെ ഓണാഘോഷം രക്ഷാധികാരി ഹേമചന്ദ്രൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് കുട്ടി മടപ്പള്ളി അധ്യക്ഷനായിരുന്നു. താഹമോൻ റാന്നി, രഞ്ജിത് കുമാർ വടകര, സജി മജീദ്, KT ഷംസുദ്ദീൻ, സലീം കായംകുളം എന്നിവർ സംസാരിച്ചു. കലാപരിപാടികളും ഉണ്ടായിരുന്നു. വ്യാജ സമ്മാന വാഗ്ദാനങ്ങൾ നൽകുന്ന ടെലിഫോൺ കോളുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പ്രമുഖ ടെലികോം സേവനദാതാക്കളായ വോഡഫോൺ, വാട്സ്ആപ്പ്, വൈബർ തുടങ്ങിയ ആപ്ലിക്കേഷനുകളിലൂടെ വരുന്ന ഇത്തരം കോളുകൾക്ക് വോഡഫോണുമായി ബന്ധമില്ലെന്ന് കമ്പനി ഉപഭോക്താക്കളെ SMS വഴി അറിയിച്ചു. വൻതുകയുടെ സമ്മാനത്തിന് അർഹനായതായുള്ള സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടുള്ള ഫോൺ വിളികളാണ് ഇപ്പോൾ ഖത്തറിലെ വോഡാഫോൺ ഉപഭോക്താക്കളെ തേടിയെത്തുന്നത്. വാട്സപ്പ് വഴിയും വൈബർ വഴിയും എത്തുന്ന കോളുകളിൽ വോഡാഫോൺ ഒഫീഷ്യലുകളെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നവർ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചതായി അറിയിക്കും. ലോക്കൽ നമ്പറുകളിൽ നിന്നും ഇന്റർനാഷണൽ നമ്പറുകളിൽ നിന്നും ഇത്തരം തട്ടിപ്പ് കോളുകൾ വരുന്നതായി വോഡാഫോൺ ഖത്തർ മുന്നറിയിപ്പ് നൽകി. സിം കാർഡ് വിവരങ്ങൾ മുതൽ ബാങ്ക് അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ വരെ കൈക്കലാക്കിയുള്ള സാമ്പത്തിക തട്ടിപ്പുകളാണ് ഈ വ്യാജ വിളിക്കാരുടെ ലക്ഷ്യം. ഇത്തരം തട്ടിപ്പുകളിൽ പെട്ടുപോകരുതെന്നും യാതൊരു വിവരങ്ങളും ഇങ്ങനെ വിളിക്കുന്നവരുമായി പങ്കുവെക്കരുതെന്നുമാണ് വോഡാഫോൺ അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. വാട്സാപ്പ്, വൈബർ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ വഴി വോഡാഫോൺ ഒരിക്കലും ഉപഭോക്താക്കളെ വിളിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. നേരത്തെ ഖത്തറിലെ ഉരീദു അധികൃതരും സമാനമായ രീതിയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സംശയം തോന്നുന്ന ഇത്തരം ഫോൺ വിളികളെ അവഗണിക്കാനും കോൾ സെന്ററുകളിൽ പരാതി നൽകാനുമാണ് ടെലികോം കമ്പനികൾ ഉപഭോക്താക്കളോട് ആവശ്യപ്പെടുന്നത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. ഖത്തറിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനും ദി പെനിൻസുല ദിനപത്രത്തിലെ പ്രാദേശിക വാർത്താ വിഭാഗ മേധാവിയുമായിരുന്ന മോബിൻ പണ്ഡിറ്റ് അന്തരിച്ചു. 62 വയസ്സായിരുന്നു. ഹൃദ്രോഗബാധയെ തുടർന്ന് കഴിഞ്ഞ 5 മാസമായി ദോഹയിലെ ഹമദ് മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലായിരുന്നു. 2 പതിറ്റാണ്ടുകാലം ദി പെനിൻസുല പത്രത്തിൽ സേവനമനുഷ്ഠിച്ച മോബിൻ പണ്ഡിറ്റിന്റെ നിര്യാണത്തിൽ സഹപ്രവർത്തകർ അനുശോചനം അറിയിച്ചു. പാരാലിമ്പിക്സിൽ F32 വിഭാഗം ഷോട്ട്പുട്ടിൽ UAEയുടെ നൂറ അൽ കെർബിക്ക് വെള്ളി. ഇതോടെ UAEയുടെ ആകെ മെഡൽ നേട്ടം 7 4.7 മീറ്റർ എറിഞ്ഞാണ് നൂറ അൽ കെർബി ഷോട്ട്പുട്ടിൽ വെള്ളി നേടിയത്. ടുണീഷ്യയുടെ മാരൂര ബഹമി സ്വർണവും ഓസ്ട്രേലിയയുടെ ലൂയിസ് എലേറി വെങ്കലവും നേടി. മീഡിയ സ്റ്റാവറുടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം. ഗുഡ് നൈറ്റ്.